ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാത സമയം ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ ദൈവത്തിലെ ഈ വചനത്തിൽ ദൈവം നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, അതായത് പ്രാർത്ഥിച്ചാൽ ശിക്ഷയുണ്ടാകും എന്ന് അവൻ അറിയാമായിരുന്നു. പ്രാർത്ഥിച്ചാൽ സിംഹക്കുഴി കാത്തിരിക്കുന്നു എന്ന് ദാനിയേൽ അറിയാമായിരുന്നു. തന്റെ ഈ വിശ്വാസം കാരണം ആളുകൾ എതിർക്കുമെന്ന് ദാനിയേൽ അറിയുമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ദാനിയേൽ അവിടെ ഭയന്നു പോയില്ല. ഭയത്തെക്കാൾ ദൈവത്തെ അധികമായി വിശ്വസിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിലെ ഇന്ന് പലരും സാഹചര്യങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാം നന്നായാൽ മാത്രം ദൈവത്തെ അന്വേഷിക്കും. പക്ഷെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സ് തകർന്നു പോകും. എതിർപ്പുകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നു കഴിയുമ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ദാനിയേലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. സാഹചര്യങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. സാഹചര്യങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും ദൈവത്തോടുള്ള വിശ്വസ്തത ഞാൻ പുലർത്തും. ഇതായിരുന്നു ദാനിയേലിന്റെ തീരുമാനം. ശ്രദ്ധിക്കണം, ദാനിയേൽ ഈ സമയം അവിടെ പാനിക് ആകുകയല്ലായിരുന്നു, ആളുകളെ കുറ്റപ്പെടുത്തുകയല്ലായിരുന്നു, ഭയന്ന് ഒളിച്ചു മാറി നിന്ന് നിരാശനാകുകയല്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. അതായിരുന്നു ദാനിയേലിന്റെ ജീവിതത്തിലെ രഹസ്യം എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദാനിയേലിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പ്രതിസന്ധി വന്നപ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിച്ച മനുഷ്യനല്ലായിരുന്നു ദാനിയേൽ പ്രവാചകൻ. പ്രിയ ദൈവത്തിലെ ദാനിയേലിന്റെ ശക്തി സിംഹക്കുഴിയിലല്ല ആരംഭിച്ചത്, അത് അവന്റെ മുറിയിൽ മുട്ടുകുത്തലിൽ ആരംഭിച്ചതാണ്. മനുഷ്യർ കാണാത്ത സ്ഥലത്ത് അവൻ ദൈവത്തോടു കൂടെ സമയം ചെലവഴിച്ചു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നപ്പോഴും അവൻ തകർന്നു പോകാഞ്ഞത്. പ്രിയ ദൈവത്തിലെ ഇന്ന് ശത്രു ആദ്യം ആക്രമിക്കുന്നത് മനുഷ്യന്റെ പ്രാർത്ഥനാ ജീവിതത്തെയാണ്. ഇന്ന് പ്രാർത്ഥിക്കണ്ട, പിന്നീട് പ്രാർത്ഥിക്കാം, കുറച്ച് ബിസിയാണല്ലോ എന്നൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തകൾ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യുന്നു? പതിയെ മനുഷ്യനെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പിശാചായവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നീ പ്രഭാത സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കിളിവാതിലുകൾ തുറക്കുവാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യത്തിന്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും സിംഹക്കുഴിയിലേക്ക് തള്ളിയിടപ്പെടുന്ന അവസ്ഥയാണെങ്കിലും അതിന്റെ നടുവിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇന്ന് ദൈവം തയ്യാറാണ്. ശ്രദ്ധിക്കണം, ദൈവം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു. പക്ഷേ സിംഹക്കുഴിക്കുള്ളിൽ ദൈവം അവനെ സംരക്ഷിച്ചു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിച്ചിട്ടും പരീക്ഷണങ്ങൾ മാറിയില്ലല്ലോ, പ്രതിസന്ധികൾ മാറിയില്ലല്ലോ എന്ന് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ഈ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ വിശ്വാസത്തിൽ വളരുന്നത്. അതിന് പ്രശ്നം മാറണമെന്നില്ല, പ്രശ്നത്തിന്റെ നടുവിലൂടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതിനാൽ ഇന്ന് ഈ പ്രഭാത സമയം ദൈവജനം കേൾക്കുന്ന ദൈവപൈതലെ, നിങ്ങൾ എവിടെയെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരൂ. നിങ്ങൾ പതിവ് ചെയ്തു വന്നത് പോലെ, എന്താണോ ദാനിയേൽ മുമ്പേ ചെയ്തത് അതുപോലെ തന്നെ ഈ സമയവും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഹൃദയം കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തരണമേ. ഭയത്തിന് നടുവിലും പ്രാർത്ഥന നിർത്താതെ ആത്മാവിനെ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.